വരാഹി സാധന അടുത്തത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പഞ്ചമിയാണ്. അപ്പോൾ വരാഹി ഉപാസന സാധന ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ വരാഹിനെ പ്രാർത്ഥിച്ച് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇന്ന് രാത്രി മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 8 മണിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്താൽ മതി. പിന്നെ പലപ്പോഴും പല ഗുരുക്കന്മാരും അല്ലെങ്കിൽ സാധന ചെയ്യുന്നവരൊക്കെ പറയുന്നത് ദേവിനെ പകൽ സമയത്ത് സാധനം ചെയ്യരുത്, ഉപാസിക്കാൻ പാടില്ല എന്നാണ്. പാടില്ലായ്ക ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. തീരെ പറ്റാത്ത സാഹചര്യത്തിലൊക്കെ ഞാൻ കുറച്ച് വൈകിയ സമയത്തൊക്കെയാണ് എൻ്റെ പ്രാർത്ഥനകളൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ പറഞ്ഞ വരാഹി സാധന വളരെ രഹസ്യമായിട്ട് ചെയ്യേണ്ട ഒരു സാധന ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ വേഗം റിസൾട്ട് കിട്ടും. അതിന് ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറയുന്നത് വെളുപ്പിന് 3 മണി തൊട്ടിട്ട് 6 മണിക്കുള്ളിലുള്ള സമയം. അതിനുള്ളിൽ നമ്മളുടെ സാധന രീതികളും ജപമൊക്കെ തീർക്കുക. അതിന് പറ്റിയില്ലെങ്കിൽ രാത്രി 8 മണിക്കും 10 മണിക്കും ഇടയിലുള്ള സമയം. ഇനി നമുക്ക് ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം വരണം, അതിനൊരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ കൃത്യം അർദ്ധരാത്രി വരാഹി പൂജ സാധന ചെയ്താൽ ദേവി പെട്ടെന്ന് അതിന് റിസൾട്ട് തരും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്ന് ആഗ്രഹമുള്ളവർ FB പേജ് ഉണ്ടെങ്കിൽ അതിൽ ആത്മാന്വേഷണം എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. അതിൽ വരാഹി സാധനയെക്കുറിച്ചും എല്ലാ സാധനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മന്ത്രങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ പ്രാർത്ഥനാ കാര്യങ്ങൾ, നമ്മുടെ കർമ്മങ്ങളൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഒരു ഗുരു ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് ഒരു പുതിയ വഴിയിലൂടെ പോകുമ്പോൾ അതിലെ ആദ്യം സഞ്ചരിച്ച ഒരാളെ നമ്മൾക്ക് ഗൈഡായിട്ട് കിട്ടുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ഗുരു വേണമെന്ന് പറയുന്നത്. ഇനി ഗുരു ഇല്ല എന്ന് വെച്ചിട്ട് സാധന ചെയ്യാതിരിക്കൊന്നും വേണ്ട. അങ്ങനെ ഗുരു ഇല്ലാത്തവരല്ലെങ്കിൽ ഗുരുവിനെ കിട്ടിയില്ല എന്ന് വെച്ചിട്ട് സാധന ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ സമയങ്ങളിലൊക്കെയാണ് നമ്മളുടെ സാധന ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വെളുപ്പിനൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ 3 മണി to 6 നമ്മൾ വിചാരിക്കും ആ സമയത്തൊക്കെ എണീക്കാൻ പറ്റുമെന്ന്. യാമങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അത് ഞാൻ ഇനി പറയുന്നില്ല. കൃത്യമായിട്ട് നമ്മൾ ആ സമയത്ത് ദേവി വിളിച്ചെണിപ്പിക്കും, അത് ഉറപ്പാണ്. അത് ഉറക്കത്തിൽ മാത്രമല്ല, ഉണർന്നു കഴിഞ്ഞാലും നമുക്ക് കൃത്യമായിട്ട് ശബ്ദങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആഗ്രഹമുള്ളവർ നന്നായിട്ട് ദേവിനെ പ്രാർത്ഥിക്കുക. നമ്മുടെ ദോഷങ്ങളും കർമ്മഫലങ്ങളും ഒക്കെ നീക്കിയതിന് ശേഷമായിരിക്കും ദേവി നമുക്ക് നല്ലത് തരാം. ഈ ഒരു പാതയിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും പലരും പറയുന്നത് ഞാൻ കുറച്ച് നാളായി ഇത് ചെയ്യുന്നു, എനിക്ക് മാറ്റമൊന്നുമില്ല, പ്രശ്നങ്ങൾ കൂടി വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് പ്രശ്നങ്ങൾ കൂടുന്നതിൻ്റെ പിന്നിലുള്ളതെന്ന്. അപ്പോൾ നമ്മുടെ ഈ ജന്മത്തെല്ലാം മുജ്ജന്മത്തെയും നമ്മുടെ പൂർവികരായിട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ദേവി നമുക്ക് റിസൾട്ട് തന്നു തുടങ്ങുക. പക്ഷെ അത് നമുക്കൊരു വല്ലാത്തൊരു റിസൾട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുള്ളവർ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ മെസ്സേജ് ഇടാം. ഇനിയുള്ള എക്സ്പീരിയൻസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.